കേരളത്തിൻ്റെ വിഡ്ഢി ദിനം എന്നാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ പറയാൻ പറ്റുന്ന ഒരു ദിവസമാണ് 2026 ജൂൺ 15. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. സ്ത്രീകൾക്ക് കിട്ടേണ്ട സുരക്ഷ എല്ലാ സ്ഥലത്തും കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന ഈ കൊട്ടിഘോഷിക്കുന്ന ലോകത്തിൽ എന്തോ മഹാ അത്ഭുതം സംഭവിപ്പിച്ചിട്ട് ആ ഒരു ആഘോഷം നടത്തുന്നതാണെന്ന് കാണിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് തീരെ എന്താ പറയേണ്ടത്, വിഡ്ഢിത്തെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിഡ്ഢിത്താണ്. കാരണം ഏത് സാധാരണക്കാരികളായ സ്ത്രീകളാണ് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത്? പണ്ട് മുതലേ സാധാരണ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ KSRTC ബസ് കാണുമ്പം തന്നെ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. ഇന്നും അതിൽ ഒട്ടും കുറവല്ല. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് സർക്കാർ എംപ്ലോയീസായ സ്ത്രീകൾക്കാണ്. ഉയർന്ന ശമ്പളം, ഉയർന്ന ജോലി, ഉയർന്ന ശമ്പളം. ആ സ്ത്രീകളാണ് സ്ഥിരമായിട്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അവർക്കാണെങ്കിൽ ശമ്പളം ഒരുപാട് കൂടുതലുമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ യാത്ര ചെയ്തിട്ട് ടിക്കറ്റിൻ്റെ പൈസ ലാഭിക്കുമ്പോൾ എല്ലാ മാസവും അവർക്ക് ശമ്പളത്തിൻ്റെ ഇരട്ടിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഏറ്റവും ഗുണം ചെയ്യുന്നത് സാധാരണക്കാർക്കുള്ള സ്ത്രീകൾക്കല്ല, ഉയർന്ന ശമ്പളം പറ്റുന്ന സ്ത്രീകൾക്കാണ് ഇതിലൂടെ ഗുണം കിട്ടുന്നത്. അത് കിട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാധാരണക്കാരായ സ്ത്രീകൾക്കും അതിൻ്റെ ഗുണം വേണം. എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് നാളിങ്ങനെ ബസ് യാത്രയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരോ അല്ലാതെ കുറേ സ്ത്രീകളുണ്ട്. വീട്ടിൽ തന്നെ കൂടുന്നതും അതുപോലെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ മാത്രം യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എന്ത് ഗുണമാണ് ഇതിലൂടെ കൊടുക്കുന്നത്, അല്ലെ ഇതിലൂടെ കിട്ടുന്നത്? അവരൊന്നും KSRTC ബസ് നോക്കിയിട്ടൊന്നും യാത്ര ചെയ്യുന്ന ആൾക്കാരല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം 100% ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു ജനങ്ങൾക്കൊരു പ്രതീക്ഷ കൊടുത്തത്. ജയിച്ചു കഴിഞ്ഞാൽ അല്ലെ മന്ത്രിസഭ മാറിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള ഒരു പ്രതീക്ഷ കൊടുത്തത് അങ്ങനെയാണ്. പക്ഷെ ജയിച്ചു കഴിഞ്ഞ് ഇനി ഒരു രക്ഷയില്ലല്ലോ. അതുകൊണ്ട് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ യാത്ര സൗജന്യം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇത് എത്രത്തോളം അംഗീകരിക്കാൻ പറ്റുന്നതാണെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അതുമാത്രമല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, സ്ത്രീകൾ മാത്രമാണോ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്? സ്ത്രീ പുരുഷ ഭേദമന്യാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അതായത് 18 വയസ്സ് കഴിഞ്ഞിട്ട് 105 വയസ്സുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവർ കൂടിയിട്ടാണ് വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ചത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 60 വയസ്സ് കഴിഞ്ഞവർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും സൗജന്യ യാത്രയായിരുന്നു കൊടുക്കേണ്ടത്. ഇവിടെ തന്നെ ഒരു വലിയൊരു വിഡ്ഢിത്താണ് ചെയ്തു വെച്ചത്. സ്ത്രീകൾക്ക് മാത്രം, അതും ഉയർന്ന ജോലിയുള്ള ഉയർന്ന ശമ്പളം കിട്ടുന്നവർക്കാണ് ഇതിനെ കൊണ്ടുള്ള ഗുണം കിട്ടുന്നത്. അപ്പോൾ സ്ത്രീ സുരക്ഷയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതല്ല വേണ്ടത്. സ്ത്രീകൾക്ക് നേരെ വരുന്ന അക്രമങ്ങൾക്ക് അറുതി വരുത്തുകയാണ് വേണ്ടത്. അതിന് തടയിടുകയാണ് വേണ്ടത്. അല്ലാതെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട് കൊട്ടിഘോഷിക്കുന്നതിനോട് ഒരാളും സപ്പോർട്ട് ചെയ്യും എന്ന് തോന്നുന്നില്ല. ഞാനെന്തായാലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ വേറെ സാധാരണക്കാരായ ജനങ്ങളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഈ സൗജന്യ യാത്രക്ക് ചിലവാകുന്നത് ഒരു വർഷം എത്രയായിരം കോടിയാണ് ചിലവാകുന്നത്. അതിൻ്റെ ചെറിയൊരു പങ്ക് മാത്രം മതി ഓരോ മാസവും പെൻഷൻ കൊടുക്കുന്നതിൽ. സാധാരണക്കാർക്കാണ്, പൈസക്കാർക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. സാധാരണക്കാരുടെ ദുരിതം അകറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓരോ മാസവും കൊടുക്കുന്ന പെൻഷൻ 5000 രൂപയാക്കി മാറ്റി. 5000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്കുള്ള സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരു വീട്ടിൽ 2 പേര് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ 5000 10,000 രൂപയാവും. അപ്പോൾ അവരുടെ ആ ദുരിതങ്ങൾക്ക് ഒരുപാട് സമാധാനം വരും. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. പെൻഷൻ കാശ് വർദ്ധിപ്പിക്കാൻ നോക്കുക. അല്ലാതെ സ്ത്രീകൾക്ക്, ഒരു വിഭാഗം സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകളെന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും KSRTC ബസ്സിൽ യാത്ര ചെയ്യില്ല.
അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് പെൻഷൻ കാശ് കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും. അതേപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ളവർക്കും, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര. അതേപോലെ തന്നെ ശാരീരികമായിട്ട് മറ്റ് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. പല വലിയ വലിയ അസുഖങ്ങൾ വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ സൗജന്യ യാത്ര പ്രഖ്യാപിക്കൂ, അവർക്കൊക്കെ സൗജന്യ യാത്ര നൽകൂ. ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ഒരു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ യാത്ര എന്ന് പറയുന്നതിൽ ഒരു ശരിയുമില്ല. നാളെ ചരിത്ര നാളിലേക്ക് എഴുതപ്പെട്ടേക്കാവുന്നൊരു കാര്യമാണ് കേരളത്തിലെ വിഡ്ഢി ദിനം എന്നാണെന്ന് ചോദിക്കുമ്പോൾ 2026 ജൂൺ 15 എന്ന് ആയേക്കാം.